ഹായ് ഹലോ നമസ്കാരം. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങളുള്ളത് ഗോൾഡൻ ലീഫ് ഹോട്ടലിലാണ്, കാശ്മീരിലാണ്. അത്യാവശ്യം നല്ല ഹോട്ടലാട്ടോ, നല്ല അടിപൊളി ഹോട്ടലാണ്. ശ്രീനഗറിലെ ലക്ഷറി ഹോട്ടലിൽ ഒരു ഹോട്ടലാണ്. 3 സ്റ്റാറാണിത്. റൂംസ് ഒക്കെ നല്ല റൂമാട്ടോ. ഇതിനു മുൻപ് ഞാൻ കാണിച്ചിരുന്നു, ഇതിനു മുൻപുള്ള വീഡിയോയിൽ ഈ ഹോട്ടലിൻ്റെ ഞങ്ങളുടെ റൂം കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സമയത്തെ ഫുഡിനെ കേട്ടോ കാണിക്കുന്നത്. അതായത് ഇത് ഡിന്നറാണ്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. റെസ്റ്റോറൻറ്റിൽ പ്ലേറ്റെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈഫ്, ഫോർക്ക് എല്ലാം റെഡി കേട്ടോ. പിന്നെ കുറച്ച് സാലഡ്സ് ഉണ്ട്, ക്യൂക്കുംബർ, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ സവാള. പിന്നെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായിട്ടുള്ള പപ്പടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചട്നി കൂടെ ഉണ്ട് കേട്ടോ. പിന്നെയുള്ളത് സൂപ്പാണ്, ഒരു കിടിലൻ സൂപ്പാണ്. വെജിറ്റേറിയൻ സൂപ്പാണ് അധികം ഉണ്ടാവാറ്. പിന്നെ ഇത് ഗ്രീൻ പീസ് റൈസ് കേട്ടോ. അതുപോലെ തന്നെ റോട്ടിയുണ്ട്. ഇനി റോട്ടിയിലോട്ട് ഇന്നത്തെ സൈഡ് ഡിഷസ് മിക്സഡ് വെജിറ്റബിൾസിൻ്റെ ഒരു കുറുമയാണ്. അതുപോലെ തന്നെ ദാൽ ഉണ്ട്. 2 ദിവസവും ദാൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് തോന്നുന്നു ഈ ദാൽ ഫ്രൈ. പിന്നെ അടുത്തതായിട്ടുള്ളത് പനീറാണ്. കിഡിലൻ ടേസ്റ്റ് ആട്ടോ. പനീർ മസാലയാണ്, ഫ്രൈ ചെയ്ത പനീറിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ സ്വീറ്റായിട്ട് ഇന്നുള്ളത് സേമിയ പായസമാണ്. നമ്മുടെ നാട്ടിലത്തെ സേമിയ പായസം പോലെയല്ല, കുറച്ച് തിന്നായിട്ടുള്ള സേമിയ കൊണ്ടുള്ള പായസമാണ്. പിന്നെ അടുത്തതായിട്ട് ചിക്കൻ 65 ആണ് നോൺ വെജിറ്റേറിയന് ഉള്ളത്. അതേപോലെ തന്നെ ഒരു ചിക്കൻ്റെ ഗ്രേവി ടൈപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ഇന്നൊരു കാശ്മീരി സ്പെഷ്യൽ ചിക്കൻ കറി കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഐറ്റംസൊക്കെ കണ്ടില്ലേ. ഇനി ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ. ആദ്യം സൂപ്പാണ്, മിക്സഡ് വെജിറ്റബിൾ സൂപ്പാണല്ലോ. ഡെയിലി ഓരോ സൂപ്പ് ഉണ്ടായിരിക്കും കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പിൽ നല്ല ചൂടുള്ള സൂപ്പ് കഴിക്കുന്നത് അടിപൊളിയാണ്. സൂപ്പ് കഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഇനി അടുത്ത ഐറ്റംസിലോട്ട് പോവുകയാണ്. വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, സാലഡ്, പിന്നെ ഒരു റൈസ് ഐറ്റംസ് ഞാൻ ചെറിയൊരു കയ്യിൽ എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഗ്രേവിയിൽ നിന്ന് പീസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയിൽ നിന്നും 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ മിക്സഡ് വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്, പീസസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് റൊട്ടി റൈസിലോട്ടൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ചും നൈറ്റും കൂടെ അല്ലേ. ഇനി സ്വീറ്റ് ഉണ്ടല്ലോ, ഇനി സ്വീറ്റ് കൂടെ കുറച്ച് എടുക്കുകയാണെങ്കിൽ കഴിയുന്നത്ര കാർബ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്തായാലും സ്വീറ്റ് കഴിക്കുമ്പോൾ കാർബ് ലെവൽ കൂടുമല്ലോ. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയിട്ടോ, ഞാൻ പനീറിൻ്റെ 2-3 സ്ലൈസസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി റൈസ് ഐറ്റംസ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതെല്ലാം സാലഡിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സൂപ്പും സാലഡും മാത്രമാണെങ്കിൽ ആ ഒരു രീതിയിലോട്ട് പോകാം. ഇനി അതല്ല, ഇനി കുറച്ച് നോൺ ഐറ്റംസോ പ്രോട്ടീൻ പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലോട്ടും പോകാം. ബഫേ ആകുമ്പോഴുള്ള ഗുണം അതാണല്ലോ. എന്തായാലും ഫ്രണ്ട്സ്, നല്ല കിടിലൻ ഫുഡാണ്. അതുപോലെ തന്നെ സർവീസും നല്ല സർവീസാണ്. ഇവൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റെല്ലാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ കംഫർട്ടായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് പായസം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഡിന്നർ ഇതാണ് ഗോൾഡൻ ലീഫ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി റൂമിലോട്ട് പോവുകയാണ്. നാളെ രാവിലെ നേരത്തെ തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും കാശ്മീർ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.